ആതിരപ്പള്ളി മസ്തകത്തിന് പരിക്കേറ്റ ആന ഭക്ഷണം കഴിച്ചു തുടങ്ങി. കോടനാട് അഭയാരണ്യത്തിലുള്ള ആനയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുകയാണ്. ആന വിദഗ്ധ സംഘത്തിന്റെ നിരീക്ഷണത്തിലാണ്. തിയോഫിൻ വിവരങ്ങൾ നൽകാനുണ്ട്. തിയോഫിൻ, ഭക്ഷണം കഴിച്ചു തുടങ്ങി എന്നതുകൊണ്ട് മാത്രം ആശ്വസിക്കാൻ കഴിയില്ല. ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട് ആനയ്ക്ക്. 1.5 മാസത്തോളം ആദ്യഘട്ട ചികിത്സ തന്നെ വേണ്ടിവരുമെന്നാണ്. ആരോഗ്യ നിലയിൽ ഏതെങ്കിലും വിധത്തിലുള്ള മാറ്റമുണ്ടോ അധികൃതർ പറയുന്നത്? ഡോക്ടർമാർ പറയുന്നത് എന്താണ്? ആനയുടെ ആരോഗ്യ നിലയിൽ, അതായത് നമ്മൾ ഇന്നലെ കണ്ട അവസ്ഥയിൽ നിന്നും ആനയുടെ ആരോഗ്യ നിലയിൽ വലിയ മാറ്റമൊന്നുമില്ല, പുരോഗതി ഉണ്ടെന്ന് പറയാൻ കഴിയില്ല. കാരണം ആന ഇപ്പോഴും ക്ഷീണിതനാണ്. അതുകൊണ്ട് തന്നെ ചികിത്സ തുടരണം. വിദഗ്ധ സംഘത്തിന് ഇതിനായി നിയോഗിച്ചിട്ടുണ്ട്. വിദഗ്ധ സംഘത്തിൻ്റെ നിരീക്ഷണത്തിൽ 1.5 മാസത്തോളം തുടർ ചികിത്സ നൽകുകയും വേണം. ഈ മുറിവിൻ്റെ ആഴം 1 അടിയോളം ഉണ്ട് എന്ന് കഴിഞ്ഞ ദിവസം തന്നെ ഡോക്ടർ അരുൺ സക്കറിയ പറഞ്ഞതാണ്. അത്രയധികം മുറിവ് ആനയെ ബാധിച്ചിട്ടുണ്ട്. പക്ഷേ തലച്ചോറിലേക്ക് ഇതിൻ്റെ ഇൻഫെക്ഷൻ ഒന്നും ബാധിച്ചിട്ടില്ല എന്നത് മാത്രമാണ് ഏക ആശ്വാസം. പക്ഷേ ഈ 1.5 മാസത്തോളം ഈ ചികിത്സ തുടരേണ്ടി വരും. ഇതിനിടയിൽ തന്നെ മറ്റൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടത്, തുടക്കത്തിൽ തന്നെ, അതായത് ഈ ദൗത്യം തുടങ്ങുമ്പോൾ തന്നെ ഡോക്ടർ അരുൺ സക്കറിയ വ്യക്തമാക്കിയിരുന്ന ഒരു കാര്യമുണ്ട്. 70% ഇതിൽ റിസ്ക്കാണ്. അതായത് 30% മാത്രമാണ് ദൗത്യത്തിൻ്റെ സക്സസ് എന്ന് പറയുന്നത്. ആ ഒരു സാധ്യത തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അതായത് ആന സ്വാഭാവികമായി പഴയതുപോലെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ളൊരു സാധ്യത ഇപ്പോഴും 30% മാത്രമാണ് എന്നാണ് ഡോക്ടർമാരുടെ ഒരു വിലയിരുത്തൽ. അത് തള്ളിക്കളയാനും കഴിയില്ല. കാരണം 70% റിസ്ക് ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് ഇതിനുള്ളിൽ. ഇനി മറ്റൊരു വിഷയമുള്ളത്, ആനയുടെ ഈ പരിക്ക് ഭേദമായാൽ, അതായത് കൃത്യമായി ആനയെ നിരീക്ഷിച്ച് മരുന്ന് നൽകേണ്ടി വരും. മുറിവ് ഡ്രസ്സ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത് ചെയ്യേണ്ടി വരും. മരുന്ന് നൽകി ഈ ആൻറ്റിബയോട്ടിക്കിൻ്റെ ചികിത്സയിലൂടെ മുറിവ് ഭേദമായാൽ, അതായത് പഴുപ്പെല്ലാം മാറി മുറിവ് ഭേദമായാൽ തന്നെ ഈ മുറിവിൻ്റെ ആ ഒരു താഴ്ചയുണ്ട്. അതായത് മുറിവ് ഉള്ളിലേക്കുള്ള മുറിവാണ്, ആ 1 അടിയോളം താഴ്ചയുള്ള മുറിവാണ്. അത് നികന്നു വരാൻ അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. സൈനസിനാണ് പ്രധാനമായും ആനയ്ക്ക് ഈ ഇൻഫെക്ഷൻ ഉണ്ടായിരിക്കുന്നത്. സൈനസിന് ആണ് പരിക്ക്. ആ പരിക്ക് ഭേദമായാൽ തന്നെ, ഈ മുറിവ് ഉണങ്ങിയാൽ തന്നെ ഇത് ഭേദമായി സ്വാഭാവിക നിലയിലേക്ക് ആ ഒരു മുറിവ് നികന്ന് ആനയെ കാട്ടിലേക്ക് വിടാനുള്ളൊരു സാധ്യത, അല്ലെങ്കിൽ അതിന് പറ്റുന്നൊരു രീതിയിലേക്ക് മാറാൻ സാധ്യത വളരെ കുറവാണ്. ഒരു പക്ഷേ ഈ മുറിവ് ഇനി ഭേദമായാൽ, മുറിവ് ഉണങ്ങിയാൽ തന്നെ ആനയെ മറ്റേതെങ്കിലും ഒരു ആവാസ വ്യവസ്ഥയിൽ അല്ലെങ്കിൽ നിരീക്ഷണത്തിൽ നിർത്താവുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ ആനയെ നിർത്തേണ്ടി വരും എന്നാണ് ഒരു സൂചന നമുക്കുള്ളത്. കാരണം ഇപ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ അത് വനംവകുപ്പാണ് അതിൽ തീരുമാനമെടുക്കേണ്ടത്. ചിലപ്പോൾ അഭയാരണ്യത്തിൽ തന്നെ നിർത്തേണ്ടി വന്നേക്കാം. കാരണം ഈ മുറിവ് ഉണങ്ങിയാൽ പോലും കാട്ടിലേക്ക് വിട്ടാൽ എന്താകും ആനയുടെ അവസ്ഥ എന്നത് നമുക്ക് പറയാൻ കഴിയില്ല. അങ്ങനൊരു സാഹചര്യമുണ്ട്. പക്ഷേ അതിനെക്കുറിച്ച് ഇപ്പോൾ വനംവകുപ്പ് ആലോചിച്ചിട്ടില്ല. കാരണം 1.5 മാസത്തോളം ചികിത്സയുടെ സമയമാണ്. ആ ചികിത്സ കഴിഞ്ഞ് മാത്രമേ അത്തരം കാര്യങ്ങളിലേക്ക് കടക്കൂ. തിയോഫിൻ, ആതിരപ്പള്ളി മസ്തകത്തിന് പരിക്കേറ്റ ആന ഭക്ഷണം കഴിച്ചു തുടങ്ങി എന്നതാണ് ആ വാർത്തയിൽ പറയാനുള്ള ഏറ്റവും പുതിയ കാര്യം. കോടനാട് അഭയാരണ്യത്തിലുള്ള ആനയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുകയാണ്. വിദഗ്ധ സംഘത്തിന്റെ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണ് ആന ഇപ്പോഴുമുള്ളത്. തിയോഫിനാണ് വിവരങ്ങൾ നൽകിയത്.